ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ദൈവത്തിനൊരു ജീവിത രീതിയുണ്ടോ? ശാരീരികവും മാനസികവും ആത്മീകമായ വികാസത്തിന്, നല്ല ജീവിതത്തിന് ദൈവത്തിന് ഒരു ജീവിത രീതിയുണ്ടോ? നമ്മുടെ ജീവിത രീതി തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. ആ തിരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിന് ആയുസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. ആരോഗ്യം അപ്രതീക്ഷിതമായി വന്നു ചേരുന്നതാണോ, അതോ ദൈവത്തിൻ്റെ പദ്ധതിയാണോ? നല്ല തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ് കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ ആയുസ്സിനെ കുറയ്ക്കാം. നന്മയും തിന്മയും തമ്മിലുള്ള ഒരു ടൈറ്റാനിക് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിനാശകരായ സാത്താനും വീണ്ടെടുപ്പുകാരനായ കർത്താവുമാണ് ഈ യുദ്ധത്തിൽ നേരിട്ട് പോരാടുന്നത്. വെളിപ്പാട് 12:9 അതിനെക്കുറിച്ച് പറയുന്നു. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിയിട്ട് കളഞ്ഞു, അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു എന്ന് പറയും. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ തള്ളിയിട്ട് കളഞ്ഞു. മനുഷ്യരെ നിയന്ത്രിക്കാനും തെറ്റിക്കാനുമുള്ള സാത്താൻ്റെ ഒരു വഴി ചില ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരിശീലിക്കുക, ഉണ്ടാകാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഹൃദയം ശരിയാണോ, ചിന്തിക്കുന്നത് ശരിയാണോ, അത് മതി എന്ന് വിചാരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിനൊന്നും ഒരു പ്രാധാന്യമില്ല എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകളെയാണ് സാത്താൻ ഇങ്ങനെ പറ്റിക്കുന്നത്. നമ്മുടെ ശരീരത്തെ നമ്മൾ എങ്ങനെ കരുതണം എന്നാണ് ബൈബിൾ പറയുന്നത്. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു എന്ന് ബൈബിൾ പറയുകയാണ്. നമ്മുടെ ശരീരം ദൈവം താമസിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാകുന്നു. 3 യോഹന്നാൻ 2 ഇങ്ങനെ പറയുന്നു, പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായും സുഖമായും ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ ചില ആളുകൾ പറയും, നമ്മളുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മൾ ശുഭമായും സുഖമായും ഇരിക്കുന്നതിന് നമ്മൾ എന്ത് കഴിക്കുന്നു, എന്ത് കുടിക്കുന്നു എന്നതിനായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. നമ്മളുടെ ശീലങ്ങൾ, പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ ഒന്നും ഇതിലൊരു പ്രാധാന്യവുമില്ല എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ പൂർണ്ണ ആരോഗ്യമുള്ളവരായിരിക്കണം എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ശാരീരികവും മാനസികവും ആത്മീകവുമായി നമ്മൾ സമ്പൂർണ്ണ സുരക്ഷിതരായിരിക്കണം എന്ന് ഉള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. അതുകൊണ്ടാണ് വെളിപ്പാട് 14:7 പറയുന്നത്, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ഭൂമിയുടെ ചരിത്രത്തിൻ്റെ ഈ അവസാന നിമിഷത്തിൽ ആകാശത്തെയും ഭൂചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിപ്പീൻ എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. 1 കൊരിന്ത്യർ 6:20 പറയുന്നത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. കർത്താവായ യേശുക്രിസ്തു സ്വന്തം ജീവൻ കൊടുത്തിട്ടാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. നിങ്ങളെ ദൈവം വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് പറയുകയാണ്. 1 കൊരിന്ത്യർ 10:33 ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുവിൻ. നമ്മുടെ ശരീരത്തിനെ പരിചരിക്കുന്നതും രൂപപ്പെടുത്തുന്നതുമെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ആയിരിക്കണം. ബൈബിൾ നമുക്ക് നൽകുന്ന ആരോഗ്യ നിയമങ്ങൾ അനുസരിച്ച് വേണം നമ്മുടെ ജീവിതത്തെ നമ്മൾ സൂക്ഷിക്കാൻ. അപ്രകാരമുള്ള ആരോഗ്യമുള്ള ജീവിതം കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനാകും എന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തെ തകർക്കുന്ന പല ജീവിത ശൈലികളും ഇന്ന് നമുക്ക് കാണാം. ശാസ്ത്രീയമായ തെളിവുകൾ വെച്ച് നമ്മളതിനെ പരിശോധിക്കണം. ഇന്ന് മനുഷ്യരെല്ലാം ആസക്തിയുള്ളവരായിരിക്കുന്നു. ചെറിയ കുട്ടികൾ പോലും, വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും തെറ്റായ ശീലങ്ങൾ പരിശീലിക്കുന്നവരാണ്. അവർ അതിവേഗം പല കാര്യങ്ങൾക്കും ആസക്തിയുള്ളവരായി മാറുന്നു. അതായത് മദ്യവും മയക്കമരുന്നും പുകവലിയും കള്ളുകുടിയുന്നതിനേക്കാൾ അപ്പുറം സോഷ്യൽ മീഡിയ,
ഇങ്ങനെയുള്ള പലതരം ആസക്തികളിലാണ് ഓരോ കുഞ്ഞുങ്ങളും ചെന്നുപെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൂഷ്യഫലമെന്നോണം ആരെയും സ്നേഹിക്കാത്തവരായി മാറിയിരിക്കുന്നു, ആരെയും ബഹുമാനിക്കാത്തവരായി മാറിയിരിക്കുന്നു, പരസ്പരം ആക്രമിക്കുന്ന ആളുകളായിട്ട് മാറിയിരിക്കുന്നു ചെറുപ്പക്കാർ. അതുകൊണ്ടാണ് ഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ തൻ്റെ കൂട്ടുകാർ ചേർന്നിട്ട് നഞ്ചക്ക് കൊണ്ട് തല തല്ലിപ്പൊട്ടിക്കുകയും ഒപ്പം കണ്ണ് ചൂഴ്ന്നെടുക്കുകയും അതിൻ്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് നടക്കുന്ന എല്ലാ അക്രമത്തിലും അനീതിയിലും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരം തെറ്റായ ശീലങ്ങൾ പിന്തുടരുന്നതിൻ്റെ തിക്താനുഭവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒപ്പം അത് അവരെ ജീവിതത്തിൽ ക്രൂരന്മാരാക്കി തീർക്കുന്നു. വളരെ ലാഘവത്തോടെയാണ് ജീവനെ എടുക്കുന്നത്. മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ വില അവർക്ക് അറിഞ്ഞുകൂടാ. ഒപ്പം വേദന എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. മനുഷ്യബന്ധം നേരിട്ടില്ലാത്തതുകൊണ്ട് വേദന തിരിച്ചറിയാൻ പാടില്ലാത്തവർ ഒരു പക്ഷേ മറ്റൊരാൾക്ക് വേദനിക്കുന്നത് ക്രൂരമായി ആസ്വദിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കാണാനിടയാകുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അന്ത്യകാലമാകുമ്പോൾ അധർമ്മം പെരുകുന്നതിനാൽ അനേകരുടെ സ്നേഹം തണുത്തു പോകും. സ്നേഹം തണുത്തു പോയിട്ടാണ് ഇത്തരം തെറ്റായ രീതികൾ വളരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കൂ, ഇന്ന് വളരെ പ്രചാരമുള്ള മറ്റൊരു ശീലമാണ് പുകവലി. നമുക്കെല്ലാവർക്കും അറിയാം, പുകവലി ലോകത്തെ ഏറ്റവും വലിയ കൊലയാളിയാണ്. നിങ്ങൾ വലിക്കുന്ന ഓരോ സിഗരറ്റും 14.5 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കുറയ്ക്കുന്നു. ഓരോ സിഗരറ്റുമാണ്. പുകവലി ഒരു തരത്തിൽ സാവധാനത്തിലുള്ള ഒരു ആത്മഹത്യ തന്നെയാണ്. കാരണം പുകവലിക്കുന്നവർക്കറിയാം ഇതൊരു തെറ്റായ ശീലമാണെന്നും ഇത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നറിയാം. പക്ഷേ എന്നിട്ടും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ആത്മഹത്യ എന്ന് പറയാനായിട്ട് നമ്മൾ ഇടയാകുന്നത്. UK-യിൽ നടന്ന ചില പഠനങ്ങൾ പറയുന്നത് ലോകത്തിലെ ക്യാൻസറുകളുടെ പിന്നിലെ ഏറ്റവും വലിയ ഒറ്റ കാരണം പുകവലിയാണ് എന്നാണ്. മറ്റൊരു പുകവലിയുണ്ട്, പരോക്ഷമായ പുകവലി. അതായത് മറ്റുള്ളവർ പുകവലിക്കുന്നതിൻ്റെ പുക ശ്വസിക്കുന്ന മറ്റു മനുഷ്യർക്കും ഇത്തരം രോഗങ്ങൾക്കിടയായിത്തീരും. കാരണം പുക അവരുള്ളിലേക്ക് എടുക്കുകയും തിരിച്ച് നിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ നിശ്വാസവായുവിലെ കാർബൺ ഡയോക്സൈഡ് കൂടി ചേരുന്നതാണ്. അത് നിങ്ങളുടെ കുട്ടികളെയും ബാധിക്കും. മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ പുകവലിക്കുന്നെങ്കിൽ അടിക്കടിയുള്ള ജലദോഷങ്ങൾക്ക് കാരണം ഒരു പക്ഷേ ഇതാവാം. പുകവലിക്കാരുടെ മക്കൾക്ക് പരോക്ഷ പുകവലി കാരണം ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരെ അപേക്ഷിച്ച് അവരിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. വെളിപ്പാട് 3:23 ഇങ്ങനെ പറയുന്നു, ഞാൻ ജയിക്കുന്നവന് എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം നൽകും എന്നാണ്. ദൈവത്തിൻ്റെ ഇഷ്ടപ്പെടുന്ന ജീവിത രീതികൾ പിന്തുടർന്ന് ജീവിതത്തിൽ ജയിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാനുള്ള വരം നൽകും എന്നാണ് പറയുന്നത്. അവൻ്റെ കൃപയാൽ നമുക്ക് ഈ ശീലത്തെ അതിജീവിക്കാനാകും. ഒരു പക്ഷേ പുകവലിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ശീലം മാറ്റണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയാൽ ഈ ശീലത്തെ നമുക്ക് മാറ്റാൻ പറ്റും. ഈ ശീലം ഉപേക്ഷിക്കുന്നവർക്ക് ബാധിക്കുന്ന പല അസന്തുഷ്ടമായ അനുഭവങ്ങൾക്ക് അവർക്ക് കുറവ് വരുന്നു. അതായത് പുകവലി ആരെങ്കിലും നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചില വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ, അതിൻ്റെ കാഠിന്യം ഒഴിവാക്കാൻ ദൈവം സഹായിക്കും. ഹൃദ്രോഗവും ക്യാൻസറും ഒക്കെ വരാനുള്ള സാധ്യത കുറയും. ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾക്ക് ഈ ശീലങ്ങളെ ഒക്കെ അതിജീവിക്കാനാകും. അതൊരു നല്ല വാർത്തയാണ്. പുകയില ഉൽപ്പന്നങ്ങൾക്കോ ഏത് തരത്തിലുള്ള ആസക്തിക്കോ, ഇന്നിപ്പോൾ പാക്കറ്റിലൊക്കെ കിട്ടും പുകയില ഉൽപ്പന്നങ്ങൾ. അത് ചിലതൊക്കെ ഗവൺമെൻറ് നിരോധിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും ധാരാളം അത് സുലഭമാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് പറയണം, ദൈവമേ ഈ ശീലം എനിക്ക് മാറ്റാൻ സഹായിക്കണം. വേദപുസ്തകം പറയുന്നു, റോമർ 5:20, പാപം പെരുകിയത് കൃപ അത്യന്തം വർദ്ധിച്ചു. പുകയില ഉൽപ്പന്നങ്ങൾ എത്ര ശക്തമായിരുന്നാലും യേശുക്രിസ്തു അതിനേക്കാൾ ശക്തനാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഒരുപക്ഷെ പുകയില തരുന്നതിനേക്കാൾ വലിയ സന്തോഷം നിങ്ങൾക്ക് നൽകാൻ ദൈവത്തിന് കഴിയും. പുകയിലയുടെ ഉപയോഗം കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന സംതൃപ്തിയേക്കാൾ നല്ല സംതൃപ്തി ദൈവത്തിന് നിങ്ങൾക്ക് തരാൻ കഴിയും. ഇനി പുകവലി നിർത്താൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന തെറ്റായ അനുഭവങ്ങളെക്കാൾ ശക്തനാണ് ദൈവം.
നിങ്ങളെ സംതൃപ്തിപ്പെടുത്താനും നിലനിർത്താനും ദൈവത്തിന് കഴിയും എന്ന് നമ്മൾ വിശ്വസിക്കണം. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ എല്ലാവരെയും സൗഖ്യപ്പെടുത്തി. കർത്താവായ യേശുക്രിസ്തു അവൻ്റെ അടുത്ത് ചെന്ന എല്ലാവരെയും സൗഖ്യപ്പെടുത്തി. അതുകൊണ്ട് നിങ്ങൾ ഒരു സൗഖ്യം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുക, കർത്താവേ, നിൻ്റെ സൗഖ്യശക്തി എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് പറയാം. മത്തായി 7:7-8 വരെയുള്ള വാക്യങ്ങൾ, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും, എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്തരം ശീലങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുന്നിൽ പോയിട്ട്, കർത്താവെ, ഇത്തരം ശീലങ്ങൾ, ജീവിത രീതികൾ എനിക്ക് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് കർത്താവിനോട് പറയുമ്പോൾ ദൈവം നമുക്ക് ശക്തി നൽകുകയും ഇത്തരം സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, ദൈവത്തോട് ചോദിക്കുന്നവന് ദൈവം വരം നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തെ കണ്ടെത്താനാകും, മുട്ടുന്നവന് തുറക്കപ്പെടും എന്ന് പറയുകയാണ്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവൻ നമ്മളെ വിടുവിക്കും. റോമർക്കെഴുതിയ ലേഖനം 6:16 പറയുന്നത്, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും വെച്ച് ചെയ്യുമ്പോൾ ദാസന്മാരാകുന്നു എന്നറിയുന്നല്ലോ. കർത്താവ് പറയുന്നത് ഇതാണ്, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ തയ്യാറുള്ളവരാകണം. ദൈവത്തെ നമ്മൾ അനുസരിക്കുവാൻ മറ്റാരുടെയും നിർബന്ധം കൊണ്ടാവരുത്. സ്വയം കർത്താവായ യേശുക്രിസ്തുവിനെ അനുസരിക്കുവാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ അവൻ്റെ ദാസ്യരായിത്തീരും. ഒരു പക്ഷേ നമ്മുടെ വ്യക്തിത്വം ഇല്ലാതാക്കുകയും നമുക്ക് ദൈവത്തിൻ്റെ വ്യക്തിത്വം ഉണ്ടാകാൻ ആഗ്രഹിക്കുകയും നമ്മുടെ ശാഠ്യങ്ങളും ഇഷ്ടങ്ങളും ശീലങ്ങളും മാറ്റിവെച്ചിട്ട് അവനെ പൂർണ്ണമായി പിന്തുടരുവാൻ നമ്മൾ മനസ്സ് കാണിക്കുമ്പോൾ ദൈവം അതിന് നമ്മളെ സഹായിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ പുകവലി എന്നല്ല, ഏത് വലിയ ശീലത്തിൽ നിന്നും നമ്മളെ തിരുത്താൻ ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു തെറ്റായ ശീലം മദ്യപാനമാണ്. ജീവിക്കാൻ വേണ്ടി കുപ്പിയെ ആശ്രയിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നേരിടുന്ന കഷ്ടത എന്തും ആവട്ടെ, മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് സഹായം ചോദിക്കുക. ഇത്തരം തെറ്റായ ജീവിതശൈലികളിൽ നിന്ന് പുറത്തു വരാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ശരീരത്തിനും മനസ്സിനും മദ്യമുണ്ടാക്കുന്ന ഫലങ്ങളെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. മദ്യം തലച്ചോറിലേക്കുള്ള ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ തലച്ചോറിലെ കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെയും കോശങ്ങൾ നശിക്കുകയും ചെയ്യും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ നഷ്ടപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ അത് ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകത അതിനുണ്ട്. അപ്പോൾ അങ്ങനെ തലച്ചോറിലെ കോശങ്ങൾ നഷ്ടപ്പെട്ടാൽ നമ്മുടെ നാഡീവ്യൂഹത്തെ അത് ബാധിക്കുകയും നമ്മുടെ തലച്ചോറിൻ്റെ ധർമ്മങ്ങൾ ഓരോന്നായി കുറഞ്ഞില്ലാതാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് ശരിക്കും എവിടെ കൂടെയാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് കൈവിരലോ കാൽവിരലോ എവിടെ കൂടെയാണോ? ശരിക്കും നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ തലച്ചോറിലൂടെയാണ്. ഒരു പക്ഷേ മദ്യമോ പുകവലിയോ മറ്റേതെങ്കിലും ശീലങ്ങൾ കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ തലച്ചോറിൻ്റെ കോശങ്ങളെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ, ഇപ്പോഴത്തെ MDMA പോലെയുള്ള രാസലഹരികൾ ഒറ്റ ഉപയോഗം കൊണ്ട് തന്നെ മനുഷ്യരെ അടിമയാക്കുകയും തലച്ചോറിലെ കോശങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് കോശങ്ങൾ നശിച്ചു പോയാൽ പിന്നീട് ദൈവത്തിന് നമ്മുടെ തലച്ചോറിനോട് സംസാരിക്കാൻ കഴിയില്ല. നന്മ തിരിച്ചറിയാൻ കഴിയാതായിപ്പോവും, നല്ലത് തിരഞ്ഞെടുക്കാൻ കഴിയാതായിപ്പോവും, നമുക്ക് ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റാതെയായിപ്പോവും. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ പറയുന്നത്, ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കഞ്ചുവപ്പ്, വീഞ്ഞു കുടിച്ച് നേരം വൈകിപ്പിക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കാൻ പോകുന്നവർക്കും, വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്, ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും എന്നാണ് പറയുന്നത്. വളരെ വിഷമാണത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുകയും നമ്മൾ മരണപ്പെടുകയും ചെയ്യും. സർപ്പം പോലെ കൊത്തുകയും അണലി പോലെ കടിക്കുകയും ഒക്കെ ചെയ്യും. ബൈബിൾ പറയുന്നു, വീഞ്ഞിനെ നിങ്ങൾ നോക്കുക പോലും ചെയ്യുന്നതാണ്, പുളിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ തെറ്റിക്കും.
അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കുത്തും. വിഷപ്പാമ്പ് പോലെ കൊത്തുന്ന വിഷത്തിനെ എന്തിനാണ് നമ്മുടെ ശരീരത്തിലൂടെ അറിഞ്ഞുകൊണ്ട് നമ്മൾ കടത്തിവിടുന്നത്? മദ്യപാനം നിർത്തണമെങ്കിൽ പൂർണ്ണമായി തന്നെ അതിനെ ഉപേക്ഷിക്കണം എന്നുള്ളത് മാത്രമാണ് വഴി. അങ്ങനെയൊന്നും പറയല്ലേ സാറേ, യേശു കാനാവിലെ കല്യാണത്തിൻ്റെ സമയത്ത് വീഞ്ഞു കൊടുത്തില്ലേ എന്ന് ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്. ഇത് സാമൂഹികമായി കുടിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ വീഞ്ഞു കുടിക്കുന്നത് കുഴപ്പമില്ല എന്നൊരു അർത്ഥത്തിലേക്ക് എത്തിച്ചേരുന്നു. യോഹന്നാൻ 2-ാം അധ്യായം 6 മുതൽ 7 വരെ വായിക്കുമ്പോൾ ഈ കൽപ്പാത്രത്തിൽ വെള്ളം നിറപ്പീൻ എന്ന് യേശു പറഞ്ഞു. ക്രിസ്തു വെള്ളത്തെ വീഞ്ഞാക്കി എന്നുള്ളതാണ് ഈ ഉപമയിൽ പറയുന്നത്. എങ്ങനെയുള്ള വീഞ്ഞ്? യേശു വെള്ളത്തിനെ പുളിച്ച വീഞ്ഞാക്കി മാറ്റുകയായിരുന്നോ ചെയ്തത്? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ അധ്യായത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. യെശയ്യാവ് 65:8, മുന്തിരിക്കുലയിൽ പുതുവീഞ്ഞ് കണ്ടിട്ട് നശിപ്പിക്കരുത്, ഒരു അനുഗ്രഹം അതിലുണ്ട്. പുളിച്ച വീഞ്ഞ് എന്ന് പറഞ്ഞാൽ പഴക്കം ചെന്ന വീഞ്ഞ്, അതിൽ വിഷാംശമുണ്ട്. എന്നാൽ പുതുവീഞ്ഞ്, പുളിക്കാത്ത വീഞ്ഞ്, അത് മുന്തിരിച്ചാറാണ്. അത് ഉത്സാഹം പകരുന്നത് കൊണ്ട് യേശു ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ മുന്തിരിച്ചാറാണ്. അത് പുളിക്കാത്തതാണ്. അത് മനുഷ്യരെ മതോന്മത്തരാക്കുന്നതായിരുന്നില്ല. സെൻട്രൽ നാഡീവ്യവസ്ഥയെ ബാധിച്ച് സ്വയം നിയന്ത്രണമില്ലാതെ ആക്കി തീർക്കുന്ന ഒന്നായിരുന്നില്ല എന്ന് വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. മൊത്തത്തിൽ അവിടെ 120-180 ഗാലൻ വെള്ളത്തെ വീഞ്ഞാക്കി എന്നാണ് പറയുന്നത്. ഇതൊരു കൂട്ടം ആളുകൾക്ക് കുടിക്കാനുള്ളത് കൊണ്ട് സത്യത്തിൽ അത് കല്യാണത്തിന് വന്ന എല്ലാവർക്കും അന്ന് ആവശ്യമായത് മാത്രം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ചോദിക്കട്ടെ, ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും കുടിക്കത്തക്ക വിധത്തിൽ പുളിച്ച വീഞ്ഞാണോ കർത്താവ് കൊടുത്തത്? അത്രയും വെള്ളത്തെ വീഞ്ഞാക്കിയെങ്കിൽ കുഞ്ഞുകുട്ടി പരാധീനതയുള്ള എല്ലാവരും ഈ വീഞ്ഞ്, കല്യാണത്തിന് പോകുന്ന എല്ലാവർക്കും ഒന്നിച്ച് വിളമ്പുന്നതല്ലേ, അവിടെയുള്ള എല്ലാ മനുഷ്യരെയും കർത്താവ് ഈ വീഞ്ഞ് കുടിപ്പിച്ചോ എന്ന് നമ്മൾ ചോദിക്കണം. തീർച്ചയായിട്ടും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. യേശു ഉണ്ടാക്കിയ വീഞ്ഞ് കലർപ്പില്ലാത്ത മുന്തിരിച്ചാറ് മാത്രമായിരുന്നു എന്നാണ് ബൈബിൾ സൂചിപ്പിക്കുന്നത്. വിരുന്നുവാഴി അറിഞ്ഞില്ല യേശു വെള്ളത്തെ വീഞ്ഞാക്കിയത്. യേശു ഉണ്ടാക്കി ആ വീഞ്ഞ് കുടിച്ച ശേഷം അവർ വരനെ വിളിച്ചു. യോഹന്നാൻ 2:10 എല്ലാവരുടെയും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിപ്പിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമായിരുന്നു. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ എന്ന് പറഞ്ഞു. അതായത് കല്യാണത്തിൻ്റെ വീഞ്ഞ് സൽക്കാരം തുടങ്ങി കുറേ കഴിഞ്ഞപ്പോഴാണ് വീഞ്ഞ് തീർന്നു പോയത്. ഈ വാക്യം പറയുന്നത് സാധാരണ എല്ലാവരും കല്യാണത്തിനൊക്കെ ചെയ്യുന്നത് ആദ്യം ഒരു അവസാനമാണ് ഏറ്റവും നല്ലത് വിളമ്പുന്നത്. നീ കല്യാണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നല്ലത് കൊടുത്തല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ യേശു പുളിച്ച അല്ലെങ്കിൽ മത്ത് പിടിപ്പിക്കുന്ന പഴകിയതൊന്നല്ല കൊടുത്തത്, ഏറ്റവും നല്ലതായിട്ടുണ്ടായിരുന്ന പുളിക്കാത്ത നല്ല വീഞ്ഞ് ഉണ്ടാക്കി എന്നാണ്. അപ്പോൾ പുളിക്കാത്ത വീഞ്ഞ് യേശു ഉണ്ടാക്കിയത് മധുരമുള്ളതായിരുന്നു. അത് മഹത്തായ ഒന്നായിരുന്നു. അത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നതല്ല, മനുഷ്യൻ്റെ ലെക്ക് കെടുത്തുന്നതായിരുന്നില്ല. ഊർജവും ഉന്മേഷവും നൽകി അത് അവരുടെ നൽകുന്നതായിരുന്നു. പക്ഷേ അവരുടെ തലച്ചോറിനെ ബാധിക്കുന്നതായിരുന്നില്ല, മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതായിരുന്നില്ല. അതുകൊണ്ട് യേശു ഒരിക്കലും മദ്യം കഴിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ആളുകളുടെ ആത്മീയ ജീവിതം നശിപ്പിക്കുന്നത് പിശാചാണ്. പിശാച് ഇത്തരത്തിലുള്ള ആശയങ്ങൾ മനുഷ്യ മനസ്സിൽ നിറയ്ക്കുകയും അവരെ തെറ്റിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ 2ാം വരവിന് വേണ്ടി ഓരോരുത്തൻ അവരുടെ മനസ്സിനെ നിർദോഷമായി സൂക്ഷിക്കുക. ആത്മീയതയിൽ നിന്ന് പുറത്തു വരാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവുമായി നല്ല ബന്ധത്തിലായിരിക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൽ നിന്ന് പുറത്തുപോയി തെറ്റിനെ സ്വീകരിക്കുവാൻ, തെറ്റിനെ പിന്തുടരുവാൻ നമ്മളെ പ്രേരിപ്പിക്കുകയില്ല. ദൈവത്തോട് അടുത്ത ഒരു ജീവിതം ജീവിക്കുക, ഒരു മനുഷ്യബന്ധം പോലെ റിയലായ ബന്ധം നമ്മൾ ദൈവത്തോട് സ്വീകരിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ദൈവം അടുത്തുകൂടാത്ത
ഏതോ സ്ഥലത്ത് താമസിക്കുന്ന ഒരാളാണ് ദൈവം. ആ ദൈവം നമ്മളെ അറിയുന്നില്ല. ദൈവം ദൂരെ ഒരിടത്ത് നിൽക്കുന്നു, നമ്മളിവിടെ നിന്ന് പല കാര്യങ്ങളും ദൈവത്തോട് ചോദിക്കുന്നു. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണ്, ഞാൻ നിങ്ങളെ നന്നായി കരുതുന്നു, നിങ്ങളുടെ ചിന്തകളെ ഞാൻ അറിയുന്നു, നിങ്ങളുടെ മനസ്സിനെ ഞാൻ അറിയുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഒപ്പം നടത്തുകയാണെങ്കിൽ ആ സ്നേഹബന്ധത്തിൽ നിന്ന് പുറത്തുപോയി തെറ്റിനെ സ്വീകരിക്കുവാൻ നമ്മൾ ഒരിക്കലും തയ്യാറാവുകയില്ല. അതുകൊണ്ടാണ് യേശു നമുക്ക് ഉറപ്പ് നൽകുക, ഞാൻ നിങ്ങൾക്ക് സമൃദ്ധമായ ജീവിതം നൽകും, ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായ ജീവിതം നൽകും. ആ ജീവിതം കർത്താവായ യേശുക്രിസ്തുവിനോട് നമ്മൾ ചോദിക്കണം എന്നാണ്. പുറപ്പാട് ദിവസം 15:26 മോശ പറയുന്നു, നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല ന്യായവിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തുന്ന വ്യാധികളൊന്നും നിനക്ക് വരുത്തുകയില്ല. നമ്മൾ ദൈവത്തെ അനുസരിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയാണെങ്കിൽ, അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ, ആ സ്നേഹബന്ധത്തിൽ തുടരുകയാണെങ്കിൽ, ആ സ്നേഹബന്ധത്തിൻ്റെ നല്ല ജീവിതത്തിൽ ജീവിക്കുകയാണെങ്കിൽ ലോകത്തിന് വരുന്ന മഹാവ്യാധികൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ ഇതൊന്നും നമുക്ക് വരത്തില്ല എന്ന് ദൈവം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങളിൽ പെട്ടുപോകാതെ, നമ്മൾ പിശാചിൻ്റെ അടിമത്തത്തിൽ പെട്ടുപോകാതെ, പിശാചിൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ കീഴടങ്ങാതെ, ഇത്തരം ആസക്തികളിൽ പെട്ടുപോകാതെ, ദൈവത്തിൻ്റെ കൃപയിലും കരുണയിലും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ, കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന് നല്ല ജീവിതമുണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലമുറകൾ നല്ല പോലെ ജീവിക്കുന്നവരായിത്തീരും. അവർ മനസ്സ് തുറന്ന് ശിരസ് ഉയർത്തി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കും. ഇന്ന് നോക്കൂ, നമ്മളുടെ ബഹുഭൂരിപക്ഷം കുഞ്ഞുങ്ങളും നമ്മളവരെ വിദ്യാലയത്തിലേക്ക് പറഞ്ഞയക്കും. പക്ഷേ തെറ്റായ സ്വാധീനം കാരണം നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി വരുന്ന കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ നമ്മളറിയാതെ എന്തൊക്കെ ശീലത്തിനാണ് അടിമപ്പെടുന്നത്. അവരുടെ ഭാവി നഷ്ടപ്പെട്ട് നമ്മളെ കേൾക്കാതെ മാതാപിതാക്കൾക്ക് വേദനയായി, കഷ്ടതയായി സ്വയം നശിക്കുകയും സ്വയമില്ലാതാകുകയും ചെയ്യുന്നത് കാണാതിരിക്കാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കാം. അവർ ദൈവത്തിൻ്റെ കൃപയിലും കരുണയിലും വളരട്ടെ. അപ്പോൾ അവർ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാകും. കുടുംബത്തിനും സമൂഹത്തിനും നന്മയുള്ളവരായിത്തീരും. ഈ കരാളഹസ്തങ്ങൾ അവരെ കാർന്നു തിന്നാതിരിക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ കീഴിൽ അവരെ വളർത്താനായിട്ട് ശ്രമിക്കാം. അതാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അവൻ നമുക്ക് സമൃദ്ധമായ ജീവിതം തരും, ഒരിക്കലും നശിക്കാത്ത ജീവിതം തരും. കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ എന്നും ജീവിക്കാനുള്ള അനുഗ്രഹം നമുക്ക് നൽകും. ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാക്കി തീർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഈ സമയത്ത് കർത്താവിനായി സമർപ്പിക്കാം. ഇത്തരം ശീലങ്ങൾ നമുക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനോട് പറയാം, കർത്താവേ, പലപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട്, അതെനിക്ക് പറ്റുന്നില്ല, എനിക്ക് നിൻ്റെ സഹായം വേണം, നിൻ്റെ ശക്തിയാൽ എനിക്ക് ഈ സ്വഭാവത്തെ മാറ്റാൻ പറ്റും എന്ന് ദൈവത്തോട് പറയുകയും ദൈവത്തിൻ്റെ ശക്തിക്കായി യാചിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, കർത്താവെ, ആസക്തികൾ മാറ്റി അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി കൊടുക്കുക. കൂടുതൽ സന്ദേശങ്ങൾ കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾ ഞങ്ങൾക്ക് സംതൃപ്തിയാണ്. അത് ഞങ്ങൾക്കും അനുഗ്രഹമായി തീരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.